ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചിക്കൻ വാങ്ങിക്കുന്ന സമയങ്ങളിൽ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. ചിക്കൻ ബിരിയാണി വെക്കാൻ പഠിച്ചതുകൊണ്ട്. അപ്പോൾ നാടൻ ചിക്കൻ കറി കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അതും പോയിട്ട് ചേട്ടൻ്റെ അച്ഛൻ നാട്ടിൽ നിന്ന് ഓണത്തിനുള്ള കുറച്ച് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഐറ്റം കപ്പയും നല്ല നാടൻ ചിക്കൻ കറിയാക്കാന്ന്. കുറേ ദിവസമായി കപ്പയും ചിക്കനും കൂടെ കഴിച്ചിട്ട്. കുറേ നാളായിട്ട് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകും ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ചിക്കനും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് മസാലയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. പിന്നെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പകുതി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയാവും. അതിനിടയ്ക്ക് കപ്പയൊക്കെ തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വേവിക്കാനായിട്ടങ്ങ് വെച്ചു. ഇപ്പോൾ ഞാൻ കുക്കറിലൊന്നുമല്ല സാധാ രീതിക്ക് അങ്ങ് വെച്ചു. അപ്പോൾ കുഴഞ്ഞൊന്നും പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തന്നെ അറിയാം കപ്പ കഞ്ഞി പോലെ ആയിപ്പോയെന്ന്. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളി കപ്പ, പിന്നെ ചിക്കൻ കറി, നല്ല നല്ല ചമ്പാവരി ചോറ്, നമ്മുടെ നാട്ടിൽ ചമ്പാവരി എന്ന് പറയും കേട്ടോ. അങ്ങനെ നല്ല കപ്പയും ചിക്കൻ കറിയും ഒരു പീസ് ചിക്കൻ കഷ്ടവും കൂടെ എൻ്റെ അമ്മോ എടുത്തങ്ങ് വായിൽ വെച്ചാൽ സത്യം പറഞ്ഞാൽ വായിൽ നിന്നങ്ങ് അലിഞ്ഞു പോവും. പൊളി പൊളി